ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രക്കി സ്റ്റോറീസ്. ഇന്നത്തെ രണ്ടാമത്തെ സിനിമ ആലപ്പുഴ ജിംഖാന. ഇന്ന് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത് തന്നെ ഭയങ്കര കൺഫ്യൂഷനാണ് ഏതിനൊക്കെ ആദ്യം പോകണം എന്നുള്ളത്. അപ്പൊ രണ്ടെണ്ണം അങ്ങനെ കണ്ടു തീർത്തു. നമ്മളും കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവർക്കും. പിന്നെ ബസൂക്ക ഉണ്ട്, ബസൂക്ക എനിക്ക് നാളത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജിംഖാനയ്ക്ക് വരാം. ജിംഖാന ട്രെയിലർ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും എന്ത് തരത്തിലുള്ള ജേണർ സിനിമയാണെന്നുള്ളത്. ബോക്സിംഗ്, ഓഫ് കോഴ്സ് ബോക്സിംഗ് തന്നെയാണ് അതിന്റെ പ്രമേയം വരുന്നത്. എന്നാ അത് ഉടനീളം ബോക്സിംഗ് തന്നെയാണല്ലേ പടം തുടങ്ങി ഫുൾ ബോക്സിംഗ് ആണ്. എന്നാ അത് അങ്ങനത്തെ ഒരു ഫുൾ സീരിയസ് മൈൻഡിൽ ഇരുന്ന് കണ്ട സിനിമയല്ല. നല്ല രീതിയിൽ ചിരിച്ച് കളിച്ച് അറിയാലോ. സ്പോർട്സ് മൂവീസ് നമ്മൾ റിലേറ്റഡ് മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും ബോക്സിംഗ് പടം എല്ലാം ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കുറച്ച് നല്ല ഫണ്ണാണ്, ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യാം. നല്ല രീതിയിൽ ചിരിച്ചു. തിയേറ്ററിൽ ഫുൾ ടൈം എന്താ പറയാ കരഘോഷമായിരുന്നു ചിരിയുടെ. പിന്നെ ബോക്സിംഗ് ആണെങ്കിലും ചെയ്തിട്ടുള്ള വെച്ചൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഡീറ്റെയിൽസ് നോക്കിയതിനു ശേഷം പോവാം. ഇടിപ്പടം, ഖാലിദ് റഹ്മാൻ ഇടിപ്പടം അതേപോലെ എൻജോയ് ചെയ്തുകൊണ്ടുള്ള സിനിമ തന്നെയാണ്. അത്രയും പെർഫെക്ഷൻ ആയിട്ട് ഇടിയും കാര്യങ്ങളും. അടിപ്പടാണ്. ഇതൊരു സ്പോർട്സ് റിലേറ്റഡ് ബോക്സിംഗ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അടി തന്നെയാണ്. അതിലും അവര് ഒരു മെസ്സേജ് ലാസ്റ്റ് പറയുന്നുണ്ട്, വെറുതെ റോട്ടിൽ കയറി ഇടിവിടാനുള്ള എല്ലാ ബോക്സിംഗ് പഠിക്കുന്ന എന്നുള്ളൊരു ബോക്സിംഗ് പഠിക്കുന്നത് നമ്മുടെ സ്വയം രക്ഷിക്കാനല്ലേ, അല്ലാണ്ട് ഒരാളെ നമ്മൾ വെറുതെ ഇടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ബോക്സിംഗ് എന്ന് പറയുന്നത് അവരും പറയുന്നത്. ബോക്സിംഗ് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഖാലിദ് റഹ്മാൻ തന്നെയാണ് റൈറ്റർ. കൂടെ രതീഷ് രവിയും ശ്രീനി ശശീന്ദ്രൻ, അങ്ങനെ ഒരു 3 സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് ഒക്കെ ആയിട്ട് ഒരു 3 പേരാണ് പടത്തിന്റെ റൈറ്റേഴ്സ് വന്നിട്ടുള്ളത്. പ്രൊഡക്ഷനിലും ഖാലിദ് റഹ്മാൻ ഉണ്ട്, ജോബിൻ ജോർജ്, അങ്ങനെ ഒരു 3-4 പേരാണ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. മ്യൂസിക് ബൈ വിഷ്ണു വിജയ്. അതുപോലെ എന്താ പറയാ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിന്റെ ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത് വിഷ്ണു ഗോവിന്ദാണ്. പുള്ളി അടിപൊളിയാണ്. മിക്സിംഗ് ഒക്കെ അടിപൊളിയാണ്. പാട്ടുകളാണെങ്കിലും ഒരു വെറൈറ്റി പരിപാടി തന്നെയാണ്. അതിനകത്ത് ഫുൾ ടൈം റിങ്ങിലും അല്ലെങ്കിൽ എപ്പോഴും ഇടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ബോക്സിങ്ങിന്റെ സീനുകൾ കാണിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന, നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യുന്ന ടൈപ്പുള്ള മ്യൂസിക് തന്നെയാണ്. ചില സീനുകളിലൊക്കെ നമുക്ക് ചെറിയ ഗൂസ് ബംസ് ഒക്കെ വരുന്ന ചെറിയ സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അതിനെ പറ്റുന്ന രീതിയിലുള്ള സൗണ്ട്സും മ്യൂസിക്കൊക്കെ നിൽക്കും. പിന്നെ സിനിമാറ്റോഗ്രാഫി ജിംഷി ഖാലിദ് ആണ്. ഖാലിദ് റഹ്മാന്റെ ഒക്കെ ബ്രദർ ആയിട്ടുള്ള ജിംഷി ഖാലിദ് അടിപൊളി തന്നെയാണ്. റിങ്ങിലുള്ള പരിപാടികളൊക്കെ വെറൈറ്റി ഷോട്ടുകൾ തന്നെയാണ്. നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതായത് വെറുതെ ഒരു ബോക്സിംഗ് സിനിമ ഇപ്പോൾ രാഷ്ട്രീയ എടുത്തിട്ടുള്ള ആ ഇതിലൊക്കെ വളരെ സീരിയസ്നെസ് കുത്തിക്കയറ്റി അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമയായിരുന്നു. ഇതില് ബോക്സിങ്ങിന്റെ എല്ലാ എലമെന്റ്സും കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ എന്തൊക്കെ ട്രിക്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. അതിന്റെ സ്ക്രിപ്റ്റിനാണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും സിനിമയ്ക്ക് അതിന് സാധിച്ചിട്ടുണ്ട്. ഈ പടം അത്രയും സീരിയസ് പടം ആവാത്തതിന്റെ മെയിനായിട്ട് റീസൺ തോന്നുന്നത് +2 തോറ്റിട്ട് പിന്നെ ചെയ്യണം വെറുതെ അടുത്ത അഡ്മിഷൻ കിട്ടാൻ ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്സ് അത്രയും 10-18 വയസ്സുള്ള കുറച്ച് പിള്ളേർ ബോക്സിംഗ് പഠിക്കുന്ന ആൾക്കാരെ സിനിമയ്ക്കും വരുന്നുള്ളൂ. അവരുടെ കോച്ചായിട്ട് ലുക്മാൻ പൊളിച്ചിട്ടുണ്ട്. അത് പക്ക കോച്ച്, ഒറിജിനൽ ഒരു ബോക്സിംഗ് കോച്ച് എങ്ങനെയാണോ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കിട്ടിലും ക്യാരക്ടർ. നല്ല ആള് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആൾക്ക് മുമ്പ് അതില് എഡിറ്ററും കൂടി എടുത്ത് പറയണം, നിഷാദ് യൂസഫ് ആണ്. പുള്ളി കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടാണ്, സിനിമകളൊക്കെ ചെയ്തതിന് കങ്കുവ, മാർക്കോ, അങ്ങനെ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഇതിലും കൂടി മരണമാസം ബസുക്കി അതും കൂടിയും ചെയ്തിട്ടുണ്ട് പടത്തിൽ. അപ്പൊ അങ്ങനെ ഒരു ആളാണ് എഡിറ്റർ വന്നിട്ട്. അതാണ് ടെക്നിക്കൽ സൈഡിൽ പറയാനുള്ളത്. പിന്നെ പറയുമ്പോൾ കാസ്റ്റിലാണ് വരുന്നത്, മെയിൻലി നസ്ലിൻ തന്നെയാണ്. നസ്ലിൻ ഫുൾ ത്രൂ ആയിട്ട് പടം കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഇതിലിപ്പോ എല്ലാവർക്കും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ തന്നെയാണ്. കാരണം ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആകുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാ സിനിമയിലും കാണുന്ന പോലെ തന്നെ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ആയിരിക്കും. പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് തോന്നുന്നത് ഓരോ പോയിന്റിലും ഓരോരുത്തർ സ്കോർ ചെയ്തോണ്ടിരിക്കും. നസ്ലിൻ ഹീറോ ആണെന്ന് അല്ലെങ്കിൽ നസ്ലിനെ മാത്രം ചൂസ് ചെയ്യാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പ്രാധാന്യം കൊടുത്തുള്ള ഒരു സിനിമ ക്യാരക്ടറൈസേഷൻ തന്നെയാണ്. സന്ദീപ്, പ്രദീപ്, അതേപോലെ തന്നെ ശിവഹരി, ഫാലിമി മൂവിയില് ഗണപതിയുടെ അടിപൊളി ക്യാരക്ടറാണ്. ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ മറ്റേ പിക്കപ്പ് ലൈന്റെ കാർത്തിക്, ആളുടെ ഇൻട്രൊഡക്ഷൻ കിട്ടില്ല. ബേബിജീൻ എടുത്തു പറയണം. ബേബിജീനൊക്കെ മ്യൂസിക് എന്ന റിയാലിറ്റി നേരെ മാറി അഭിനയത്തിക്ക് വരുമ്പോ നല്ല പഞ്ചാണ്, നല്ല അഭിനയം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും. ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരും നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങളിലെല്ലാം അവരൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഒരു 2-2.5 മണിക്കൂർ 2:20 ഒന്നും ആലോചിക്കണ്ട, ഭയങ്കര എൻജോയ് ചെയ്ത് കുറെ ചിരിച്ച്
ബോക്സിങ് ഓരോ ഇടിക്കുമ്പോൾ അതിന്റെ ത്രില്ലടിച്ച് അങ്ങനെ തന്നെ ഫുൾ ടൈം ത്രൂ ഔട്ട് സിനിമ കാണാം. ഒന്നിനെ പറ്റി ബോറടിക്കാനോ അല്ലെങ്കിൽ ഒന്നിനെ പറ്റി ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. സിനിമ എന്ന് പറയുന്നത് മാധ്യമം തന്നെ എൻജോയ് ചെയ്യാനാണ്. ഭയങ്കരമായിട്ട് കാര്യങ്ങളും ചിന്തിക്കാതെ അത്രയും പ്രശ്നം തരാതെ നമുക്ക് കണ്ടിരിക്കാവുന്ന എന്റർടൈനിങ് ഒരുപാട് കഥാപ്രമേയങ്ങളും കാര്യങ്ങളും കുറെ ചിന്തിപ്പിക്കുന്ന പടങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. അതിന്റെ ഇടയിൽ ഇതുപോലത്തെ എന്റർടൈനിങ് മാസ് ഇടിപ്പടങ്ങളും വേണം. അതും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ് കേരളത്തിലുള്ളത്. ഇതിൽ പിന്നെ ഒരു 3 ലേഡീസ് നല്ല പെൺകുട്ടികളുണ്ട് ഹീറോ. റീൽസിലെ കണ്ടിട്ടുള്ള പേര് മറന്നു. നിഷാൻ സാഗറിന്റെ മകളാണ്. പിന്നെ ബോക്സറായിട്ട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ടിക്ടോക്കിലോട്ടുള്ള ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. ഇവരെല്ലാരും നല്ല രീതിയിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ മൂവ്മെന്റും നമുക്ക് അറിയണവർക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെയാണ് എഫേർട്ട് എടുത്തത്. കുറച്ചുകൂടി നല്ല രീതിയിൽ കൺവിൻസിംഗ് ആയി കിട്ടിയത് ഗണപതിയുടെയും ബോക്സിംഗ്. പിന്നെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ നല്ല എഫേർട്ട് എല്ലാവരും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സിനിമയിൽ നമുക്ക് പെർഫോമൻസ് വൈസും സിനിമ ടോട്ടൽ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. 2 സിനിമ ഇന്നത്തെ നിരാശപ്പെടുത്തിയില്ല. എല്ലാവർക്കും തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, വിഷുവിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ്. സോ ആലപ്പുഴ ജിംഖാന എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാം. അത്രേ ഉള്ളൂ. Bye from Trekkie Stories.